ഹായ്. നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ബാത്റൂമിൻ്റെ ആ ടയറിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ബാത്ത് ടബിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മോൾഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടോ? ഈ ബാത്റൂമിൻ്റെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ശരിക്കും. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആ പൈപ്പിൻ്റെ സൈഡിലും ആ വോളിൻ്റെ ഫുൾ സൈഡിൽ മൊത്തം നിറച്ചും ബ്ലാക്ക് മോൾസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തൊക്കെ ഇട്ട് മോൾഡിൻ്റെ സ്പ്രേയും അതും ഇതും എന്തൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാവോ അങ്ങനെയൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ എന്നിട്ടും ഒരു യൂസും ഉണ്ടായില്ല. ജസ്റ്റ് ഒന്ന് പേരിന് കുറച്ചൊക്കെ പോകുമെന്നല്ലാതെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു റിസൾട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. യൂട്യൂബിലും അല്ലാതെ ഗൂഗിളും ഒക്കെ നോക്കി കുറേ വീഡിയോസും കുറേ ഇതൊക്കെ നോക്കി എന്തൊക്കെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എല്ലാ സ്പ്രേയും എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്ത് നോക്കി. പക്ഷേങ്കിൽ ആസ് യൂഷ്വൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇത് വീട്ടിലിരുന്നാണ് ഡൊമസ്റ്റിക്കിൻ്റെ ഒരു അൺബീറ്റബിൾ സ്ട്രെങ്ത് തിക് ബ്ലീച്ച്. ഇത് ഞാൻ ഇടയ്ക്ക് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ വെറുതെ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്യാനോ നോക്കി ഞാൻ ഈ സൊല്യൂഷൻ കുറച്ച് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ആ പൈപ്പിൻ്റെ റൗണ്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓൾറെഡി യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് എനിക്കൊരു റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ കാണിക്കാമെന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഓവർനൈറ്റ് ജസ്റ്റ് അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ലീവ് ചെയ്ത് വെച്ചു. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാനത് ഫുൾ ക്ലീൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ പൈപ്പിൻ്റെ ചുറ്റിലും അവിടെയൊക്കെയുള്ള മോൾഡൊക്കെ നന്നായിട്ട് പോയി. പ്രത്യേകിച്ച് പിള്ളേരൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ആ സൈഡിൽ ഈ വാഷ് ജെല്ലും ഷാമ്പൂ സൊല്യൂഷനും എല്ലാം വെച്ച് അതിൻ്റെയൊക്കെ ബോട്ടമിലും ഒക്കെ നിറച്ചും ഇതാവും. ഇതിപ്പോൾ കണ്ടോ, ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോയാണ്. നന്നായിട്ട് ആ മോൾഡിൻ്റെ ഇത് മൊത്തം മാറിക്കിട്ടി കേട്ടോ.